മാതുർമേ മധുഗൈഡപത്നേ महिषप्राणापहारोद्यमे हेलां निर्मितधूम्रलोचनपदे हे चण्डमुण्डार्दने निःशेषीकृतरक्तबीजतनुजे नित्ये निशुम्भावहे शुम्भध्वंसिनि संहराशुदुरिधं दुर्गे नमस्तेऽम्बिके ദുർഗാപരമേശ്വര്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 15-ാമത്തെ അധ്യായം അവലോകനം ചെയ്യണു. പുത്രൻ്റെ ഉപനയനം കഴിഞ്ഞാൽ യാഗപ്പശുവാക്കി തരാം യജിച്ച് എന്ന് ഹരിശ്ചന്ദ്രൻ പറഞ്ഞതനുസരിച്ചിട്ട് 11 വർഷം കാത്തിരുന്ന വരുണൻ വീണ്ടും വരുന്നു. അപ്പോഴാണ് സമാവർത്തനം കഴിഞ്ഞു തരാമെന്ന് ആ വേദശാസ്ത്രങ്ങളെ പറയണത്. അതിനെയും സ്വീകരിച്ചിതാ വരുണൻ തിരിച്ചുപോയി. ഹരിശ്ചന്ദ്രൻ സന്തോഷപ്പെട്ടു എന്ന ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. അതിബുദ്ധിമാനായിട്ടുള്ള ഈ കുമാരൻ, ഈ രോഹിതാശ്വൻ ആണ് എന്നാണല്ലോ ഈ കുട്ടിയുടെ പേര്. ഈ രോഹിതാശ്വൻ അതിബുദ്ധിമാനാണ്. അവൻ വരുണൻ വരുണു പുപുണു അച്ഛനും വരുണനുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടിക്ക് 10-11 വയസ്സായില്ലേ. അപ്പോൾ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള പ്രായമായിട്ട് യജ്ഞത്തിനുള്ള സമയമറിഞ്ഞു. തന്നെ സമാവർത്തനം ചെയ്ത് യാഗപ്പശുവാക്കി യജ്ഞത്തിലൂടെ വരുണന് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് വരുണനോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഈ കുട്ടി ചിന്തിക്കാൻ തുടങ്ങി. രാജാവിൻ്റെ ദുഃഖം കാണുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നൊക്കെ പലരോടിങ്ങനെ അറിയാത്ത മാതിരിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ തന്നെ യജ്ഞപ്പശുവാക്കി വധിക്കും എന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് ആരും അറിയാതെ കണ്ടു പോകാൻ തീർച്ചയാക്കി. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവൻ വനത്തിലേക്ക് പോയി എന്ന് പറയാണ്. ആരും കാണാതെ കണ്ട് തൻ്റെ ജീവനെ രക്ഷിക്കാനായിക്കൊണ്ട് ഇവിടെ നിന്ന യജ്ഞപ്പശുവാകും മരിക്കും എന്നറിയാം. അപ്പോൾ ആ ജീവനിലുള്ള കൊതി കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പുത്രൻ പോയപ്പോൾ രാജാവ് വളരെ ദുഃഖിതനായി. അവൻ എവിടെയാണ് എന്ന് അറിയാനുള്ള ആഗ്രഹത്തോടെ രാജാവ് ദൂതന്മാരെയൊക്കെ നിയോഗിച്ചു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞു, എന്നിട്ടും പുത്രനെ ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് വരുണൻ വീണ്ടും രാജാവിൻ്റെ ഗൃഹത്തിലേക്ക് വന്നു. ശോകനായിട്ട് ചിന്താധീനനായിട്ട് ദുഃഖിതനായിരിക്കുന്ന രാജാവാണ് കണ്ടത്. എന്നാലും യാഗം നടത്തൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. ഹരിശ്ചന്ദ്രൻ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാനെന്താ ചെയ്യുക, എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ മകൻ ഭയാകുലനായിട്ട് നമ്മുടെ സംസാരങ്ങളൊക്കെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാണ് വിചാരിക്കണത്. അവൻ കൊട്ടാരം വിട്ട് ഓടിപ്പോയിരിക്കണു. ഞാൻ സകല സ്ഥലങ്ങളിലും കാടിലുമൊക്കെ മുനിമാരുടെ ആശ്രമങ്ങളിലുമൊക്കെ ദൂതന്മാരെ അയച്ച് എൻ്റെ കുമാരനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അന്വേഷണമൊക്കെ നടത്തി, തിരച്ചിലൊക്കെ നടത്തിയെങ്കിലും എവിടെ അവൻ പോയത് എന്നൊന്നും അറിയണില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ കുറ്റക്കാരനല്ല, എന്താ ഞാനിപ്പോൾ ചെയ്യുക എന്നൊക്കെ വരുണനോട് സംസാരിച്ചു. ഇപ്രകാരമുള്ള ഹരിശ്ചന്ദ്രൻ്റെ വാക്ക് കേട്ടപ്പോൾ വരുണന് കോപം വന്നു. വീണ്ടും വീണ്ടും വഞ്ചിതനായി തീർന്ന അദ്ദേഹം കോപത്താൽ രാജാവിനെ ശപിച്ചു. നൃപദേഹം ത്വയാ യസ്മാദ് വജസാജ പ്രവഞ്ചിത തസ്മാത് ജലോധരോ വ്യാധിത്വാം തുധത്വതിദാരുണാം. ശപിച്ചു വരുണൻ രാജാവിനെ. ഹരിശ്ചന്ദ്രനുടെ അങ്ങയുടെ വാക്കുമൂലം ഞാൻ വഞ്ചിതനായി, അതുകൊണ്ട് ജലോധരം എന്ന അതിദാരുണമായിട്ടുള്ള വ്യാധി അങ്ങയെ പീഡിപ്പിക്കപ്പെടട്ടെ എന്ന് പറയുന്നു. ഭാഗവത മഹാപുരാണത്തിൽ മഹോദരം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ജലോധരം എന്ന പ്രയോഗം. രണ്ടും ഒന്ന് തന്നെ വ്യാധി. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വയറ്റിൽ ഈ വെള്ളം
വെള്ളം കെട്ടി നിൽക്കുക, അത് പോവില്ല. ആ വെള്ളം കെട്ടി നിന്നാൽ അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടും, വയറിങ്ങനെ വീർത്ത് വീർത്ത് വരും. പിന്നെ അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സിറിഞ്ച് വെച്ച് വെള്ളമൊക്കെ കുത്തി വലിച്ച് പുറത്തെടുത്താൽ കുറച്ചൊരാശ്വാസം കിട്ടും. പക്ഷേ ഈ പോകുന്തോറും ഇത് കൂടി വരും. ആദ്യമൊക്കെ കുറച്ചാവും, പിന്നെ കൂടി വരുന്ന സമയത്ത് വേദനയും സഹിക്കില്ല. എത്ര വെള്ളം എടുത്താലും പെട്ടെന്ന് നിറയും. അങ്ങനെ ആ മഹോദരം എന്ന രോഗം കൊണ്ട്, ആ വ്യാധി കൊണ്ട് മനുഷ്യൻ ക്ലേശിച്ച് ദുഃഖിച്ച് മരിക്കും. അങ്ങനെയുള്ള മഹോദരം അഥവാ ഇവിടെ ജലോദരം എന്ന് പറഞ്ഞതായിട്ടുള്ള രോഗം അങ്ങേക്ക് പിടിപെടട്ടെ എന്നാ ശപിച്ചത്. ഇത് കേട്ടതായിട്ടുള്ള ഈ രാജാവിന് ശാപം കിട്ടി. ഇപ്പോൾ വരുണൻ്റെ അടുത്ത് നിന്ന് ആ വ്യാധി അദ്ദേഹത്തെ ഉടൻ തന്നെ ബാധിക്കാൻ തുടങ്ങി. ഇപ്രകാരം ഹരിശ്ചന്ദ്രനെ ശപിച്ചിട്ട് വരുണൻ തൻ്റെ വാസസ്ഥാനത്തിലേക്ക് തിരിച്ചുപോയി. മഹാവ്യാധി പിടിപെട്ട രാജാവ് അത്യന്തം ദുഃഖിതനായി തീർന്നു. ആ വ്യാധിയുടെ വേദന, അസഹനീയമായിട്ടുള്ള ആ വേദനകൾ അദ്ദേഹത്തിനെ അത്യന്തം പീഡിപ്പിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 15-ാമത്തെ അധ്യായം സപ്തമസ്കന്ധം അവസാനിക്കുന്നത്. വീണ്ടും ആ കഥ ഹരിശ്ചന്ദ്രൻ്റെ തുടരുന്നുണ്ട്. നമുക്ക് സമയം കഴിഞ്ഞിരിക്കുക കാരണം നാളെ ആ ഭാഗങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് ഹരിശ്ചന്ദ്രചരിതം തുടർന്നു കൊണ്ടുപോകാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹത്താൽ സുഖവും സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യൈ നമഃ.